മിഷ്കാൽ പള്ളി കാലത്തെ അതിജീവിച്ച വിശ്വാസത്തിന്റെ കപ്പൽ. 800 വർഷങ്ങൾക്ക് മുൻപ് അറബിക്കടലിലെ തിരമാലകളെ വകഞ്ഞുമാറ്റി വന്ന പായക്കപ്പലുകൾ കോഴിക്കോടിന്റെ തീരമണയുമ്പോൾ അവർക്കായി കാത്തിരുന്നത് കേവലം ഒരു കച്ചവട കേന്ദ്രമായിരുന്നില്ല, അത് സംസ്കാരങ്ങളുടെ സംഗമമായിരുന്നു. ആ ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരിടമാണ് മിഷ്കാൽ പള്ളി. 14-ാം നൂറ്റാണ്ടിൽ യമനിൽ നിന്നെത്തിയ നെഹൂദ മിഷ്കാൽ എന്ന അതിസമ്പന്നമായ കപ്പൽ ഉടമയാണ് ഇത് പണി കഴിപ്പിച്ചത്. നെഹൂദ എന്നാൽ പേർഷ്യൻ ഭാഷയിൽ കപ്പിത്താൻ എന്നാണ് അർത്ഥം. കടൽ കൊള്ളക്കാരിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും തന്റെ കപ്പലുകളെ കാത്തുരക്ഷിച്ച പടച്ച തമ്പുരാനോടുള്ള നന്ദി സൂചകമായി അദ്ദേഹം കോഴിക്കോടിന് നൽകിയ സമർപ്പണമാണിത്. എന്നാൽ ഈ പള്ളിയുടെ ചരിത്രം പ്രാർത്ഥനകളുടേത് മാത്രമല്ല, പോരാട്ടത്തിൻ്റെതും കൂടിയാണ്. 1510 ജനുവരി 3 പോർച്ചുഗീസ് വൈസ്രോയായ അൽബുക്കക്കറിന്റെ നേതൃത്വത്തിൽ പറങ്കികൾ കോഴിക്കോട് ആക്രമിച്ചു. അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് മിഷ്കാൽ പള്ളിയായിരുന്നു. പള്ളിക്ക് അവർ തീയിട്ടു. മിഷ്കാൽ പള്ളിയുടെ മുകൾ നിലകൾ അഗ്നിക്കിരയായി. എന്നാൽ അന്ന് കോഴിക്കോടിന്റെ സൈന്യമായിരുന്ന നായർ പടയാളികളും മുസ്ലിം നാവികരും ഒത്തൊരുമിച്ച് അവരെ നേരിട്ടു. ആ ആക്രമണത്തിന്റെ കരിപ്പൂണ്ട അടയാളങ്ങൾ ഇന്നും പള്ളിയുടെ മുകൾ നിലകളിലെ തടികളിൽ കാണാം. അവ കേവലം കരിപ്പൂണ്ട അടയാളങ്ങളല്ല, തമ്മിലുണ്ടായിരുന്ന മതസൗഹാർദ്ദത്തിന്റെ കൂടി ഓർമ്മകളാണ്. തകർന്ന പള്ളി പുനർനിർമ്മിക്കാൻ സാമൂതിരി രാജാവ് നേരിട്ടാണ് ഉത്തരവിട്ടത്. പോർച്ചുഗീസുകാരുടെ ചാലിയം കോട്ട തകർത്ത് പിടിച്ചെടുത്ത തടികളും സാമഗ്രികളും പള്ളിയുടെ നിർമ്മാണത്തിന് നൽകിയെന്ന് ചരിത്രം പറയുന്നു. കോഴിക്കോട് തുറമുഖത്തിന്റെ കാര്യക്കാരനായ ഷാ ബദർ കോയ എന്ന പദവി വിദേശ വ്യാപാരത്തിന്റെ ചുമതലയുള്ളവർക്കും സാമൂതിരി നൽകിയിരുന്നു. മുസ്ലിം സമുദായവും ഹിന്ദു ഭരണാധികാരികളും തമ്മിലുള്ള ഈ ആത്മബന്ധമാണ് മിഷ്കാൽ പള്ളിയെ ലോകത്തെ തന്നെ സവിശേഷമായ ഒരു ചരിത്ര സ്മാരകമാക്കുന്നത്.